പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ ഈസി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റ് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 കപ്പ് റവ എടുത്തിട്ടുണ്ട്. ആ 1 കപ്പ് റവയ്ക്ക് 1.5 കപ്പ് വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സാക്കി റവ ഒന്ന് കുതിരാനായിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മാറ്റി വയ്ക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാനും പറ്റും, നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടുണ്ട് ഏകദേശം. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അത് നല്ലപോലെ റവ കുതിർന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ റവ ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കാം. റവയെല്ലാം മിക്സിയുടെ ജാറിലേക്ക് മാറ്റിയതിന് ശേഷം നമുക്ക് ആ പാത്രത്തിൽ കുറച്ച് വെള്ളം, ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. വറുത്തതോ വറുക്കാത്ത ഏത് റവയാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് ഒരു 6 ചുവന്നുള്ളി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 2 സ്പൂണ് ഗോതമ്പ് പൊടി, 2 ടേബിൾ സ്പൂണ് ഗോതമ്പ് പൊടി, ഒരു നല്ല പഴുത്ത ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, 1 ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് 1 സ്പൂണ് കാശ്മീരി മുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂണ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് അടിച്ചെടുത്തിട്ട് വരാം. അടിച്ചെടുത്ത മാവ് നമുക്കൊരു പാത്രത്തിലേക്ക് മാറ്റിയതിന് ശേഷം ജാറ് കഴുകി ഒരല്പം വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് ചേർത്ത് വീഡിയോ എടുക്കാൻ വിട്ടു കേട്ടോ. ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ നമുക്കിതൊന്ന് മിക്സാക്കി 1 മിനിറ്റോളം നല്ലപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. ഇനി പാൻ അടുപ്പത്ത് വെച്ച് പാൻ ചൂടായി വരുമ്പോൾ അതിലേക്ക് മാവ് കോരി ഒഴിച്ച് നല്ല നൈസായിട്ടൊന്ന് പരത്തി കൊടുക്കുക. ഒരു ദിവസം നല്ലപോലെ ഒന്ന് മരിഞ്ഞ് കഴിയുമ്പോൾ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഒരു ബ്രഷ് കൊണ്ട് നല്ലപോലെ ഒന്ന് മൊരിയിച്ചെടുക്കാം. നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. നല്ല ദോശ മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റാം. ഇതുപോലെ ഒരെണ്ണം കൂടെ തയ്യാറാക്കിയെടുക്കാം. ദോശ നല്ല നൈസായിട്ട് വേണം നമുക്കിതിന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവും. ഒരു ദിവസം മൊരിഞ്ഞ് വരുമ്പോൾ ഒരല്പം ഓയിലൊന്ന് ഇത് പുരട്ടി കൊടുക്കുക. അതിനുശേഷം നല്ല മൊരിഞ്ഞതിന് ശേഷം നമുക്ക് ഓയിലോ നെയ്യോ ഉപയോഗിക്കാം കേട്ടോ. ഞാൻ ഓയിൽ എടുത്തേക്കുന്നത്. ഇനി നമുക്കിത് നല്ലപോലെ മൊരിഞ്ഞതിന് ശേഷം മാറ്റാം. അങ്ങനെ നമ്മുടെ ദോശ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ കൂടെ തേങ്ങാ ചമ്മന്തി ആയിരിക്കും ഏറ്റവും നല്ല ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാന്നൊരു ലൈക്ക് തരാം. പ്രിയപ്പെട്ടവർക്കെല്ലാം ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത ബെൽ ബട്ടൺ കൂടി ഒന്ന് അമർത്തി എന്നുള്ള ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയും നോട്ടിഫിക്കേഷന് അതാത് സമയം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഒരുപാട് സന്തോഷം. നിങ്ങളുടെ സ്നേഹത്തിനൊക്കെ ഒത്തിരി നന്ദി. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെയും എല്ലാവർക്കും ബായ്.